ഹലോ ഗായ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ യൂട്യൂബിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് സമയമൊന്നും കിട്ടണുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോസ് എടുക്കാനും ഇടാനും ഒന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങ മരത്തിൽ ഒരുപാട് മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങമരം ഒരുപാട് മേളിലേക്ക് വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ നമ്മളതിലുണ്ടായ മുരിങ്ങക്ക മുഴുവൻ പറിച്ചെടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമുക്ക് മൊത്തം കറി ഉണ്ടാക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ നമ്മളത് കുറച്ച് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ മുരിങ്ങക്ക പറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. മുരിങ്ങക്ക നമുക്ക് കൈയെത്തിച്ച് പറിക്കാൻ പറ്റണതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അച്ഛൻ തോട്ടി കൊണ്ട് പറിച്ചിടുന്നുണ്ട്. ഇത് താഴേക്കിട്ട മുരിങ്ങക്ക മുഴുവൻ നമുക്കിനി പെറുക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഫുള്ള് പറിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കയ്യെത്തണതും തോട്ടി കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റണതൊക്കെ നമ്മൾ പറിക്കണുണ്ട്. ബാക്കിയൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും മുരിങ്ങയൊക്കെ കുറേയൊക്കെ ഉണങ്ങി വെയിൽ കൊണ്ട് ഉണങ്ങിയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതായിട്ടേ കൊണ്ടല്ലേ നമ്മളിപ്പോൾ ടെറസിൻ്റെ മേളിൽ നിൽക്കണ 3 മണിക്കാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അവിടെ നിന്ന് വീഡിയോസ് എടുക്കാനും പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുഖത്തേക്ക് തന്നെ വെയിലടിക്കണമായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. എനിക്ക് ഒരുപാട് നേരം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ തലവേദനയും വരും. ഞാൻ അതുകൊണ്ട് കുറച്ച് മുരിങ്ങക്ക മേളിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് ഞാൻ താഴേക്ക് പോയിട്ടാ. ഇതാണ് നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ. ഒരുപാട് മേളിലേക്ക് വലുതായിട്ടുണ്ടായിരുന്നു മുരിങ്ങ മരം. അപ്പോൾ ഇത്രയും മുരിങ്ങക്ക നമ്മൾ താഴത്ത് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി ഒരു സൈഡിലെടുത്ത് വെച്ചേക്കണേണ്. പിന്നെ ബാക്കിയുള്ളത് അച്ഛൻ മേളിൽ നിന്ന് പറിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പം ഞാനത് താഴത്ത് വന്നിട്ട് ഞാനത് ഓരോന്നോരോന്നായിട്ട് പെറുക്കി എടുക്കണം കേട്ടോ. നമ്മുടെ മുരിങ്ങ മരത്തിൽ നിന്നുള്ള ഇലകളാണ്. മുരിങ്ങ പറിച്ചപ്പോഴേക്കും ഇലകൾ താഴത്തേക്ക് വീണതാണ് കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ കുറേ ഇലകൾ വീഴുന്നുണ്ട്. നമ്മുടെ നെല്ലിപ്പുളി നിൽപ്പുണ്ട്, മുരിങ്ങ മരമൊക്കെ നിൽക്കണോണ്ട് താഴത്ത് ഒരുപാട് ഇലകളുണ്ട്. താഴെ ഒരുപാട് ഇലകൾ വീണുകൊണ്ട് നമുക്ക് അടിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് മുരിങ്ങ മരം വെട്ടിക്കളയാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വേപ്പ് മരം കേട്ടോ. ഇതിലൊരുപാട് വേപ്പിലയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി പറിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അച്ഛൻ വേപ്പിലയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ള സ്പേസിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ മുരിങ്ങക്കായ കേട്ടോ. ഇത്രയും നമുക്ക് മുരിങ്ങക്ക കിട്ടിയിട്ടുണ്ട്. എല്ലാ മുരിങ്ങക്കയും നമ്മൾ എടുക്കില്ല. നമുക്കതിൽ നിന്ന് കുറച്ച് മുരിങ്ങക്ക എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് ഒരു കറി ഉണ്ടാക്കാം. നമ്മൾ മുരിങ്ങ ഉണ്ടായതിന് ശേഷം നമ്മൾ മുരിങ്ങയൊക്കെ വെച്ച് മെഴുക്ക് പുരട്ടി ചാറ് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് നമുക്ക് മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ചൊരു ചാറ് പോലെ വെക്കാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുരിങ്ങയൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. കൂടെ തക്കാളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കെല്ലാം കൂടി ഒന്നിട്ട് വേവിക്കാം. തക്കാളിയും എല്ലാം കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളപ്പിക്കും. ഇനി കടുകൊക്കെ ഇട്ട് നമ്മളൊന്ന് താളിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡിയാവും. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.